അങ്ങനെ ചാനലുകളെല്ലാം ഓടി നടന്ന് ജയറാമിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത് കേരളത്തിൽ നിന്ന് അറിഞ്ഞാൻ പറഞ്ഞ ഊക്ക് വാങ്ങിച്ച് പിടിച്ച ആ സിനിമ പരിമള ആൻഡ് കോ റിലീസായിരിക്കുകയാണ്. ഇതൊരു ഡാർക്ക് ഹ്യൂമർ ഫാമിലി സിനിമയാണ്. നമ്മുടെ മോഹിനിയാട്ടമൊക്കെ പോലത്തെ ഒരു പടം, അതുപോലത്തെ പടമൊന്നുമല്ല, അതുപോലത്തെ ഒരു പ്ലോട്ട്. അപ്പോൾ ഇതിൽ ജയറാമേട്ടനാണ് പരിമളം, പിന്നെ ജയറാമേട്ടൻ്റെ ഭാര്യയായിട്ട് സുതന്ത്രം എന്നുള്ള ക്യാരക്ടറായിട്ട് നമ്മുടെ ഉർവശി ചേച്ചി വരുന്നുണ്ട്. അതുപോലെ 2 മക്കൾ സഞ്ജന കൃഷ്ണമൂർത്തിയും അവന്തിക സനൽകുമാറും. ഇതിൽ സഞ്ജന കൃഷ്ണമൂർത്തിയെ നിങ്ങൾക്കറിയാം, മറ്റേ ലബ്ബർ പന്തിലൊക്കെ ഉള്ളത്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഓവറായി പോവേണ്ട ഘട്ടങ്ങളിലൊക്കെ നല്ല കൺട്രോൾഡായിട്ട് ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മൂത്ത അവരെ കാര്യം ഞാൻ പറയാം, ഇവരൊരു മിഡിൽ ക്ലാസ് ഫാമിലി. ഇപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതും ഇതിൻ്റെ ഇടയ്ക്ക് പെമ്പിളർ ചേച്ചി അനിയത്തി തമ്മിലുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് കുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയിരിക്കുകയാണ്. ഈ പടത്തിലെ മിഡിൽ ക്ലാസ് എന്ന് ഇവർ വിചാരിക്കണം എന്താണെന്ന് എനിക്ക് മണ്ടന്മാരാണോന്ന് എനിക്ക് അറിഞ്ഞു. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏക്കും പോക്കും ഇല്ലാത്ത, ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത, എന്ത് മണ്ടത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്. മറ്റേ മിഡിൽ ക്ലാസ് ആണെങ്കിൽ അമ്മായും മരുമകളും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കണം, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഡയറക്ടർ വെച്ചിട്ടുണ്ട്. ഡയറക്ടർ പാണ്ഡിരാജ്. അദ്ദേഹത്തിന് മുമ്പത്തെ സിനിമ തലൈവ തലവി, 1-2 സിനിമകൾ എനിക്കിഷ്ടമാണ്. ഈ തലവി തലവിയൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു, പസങ്കൊക്കെ നല്ല പടമായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ജയറാമേട്ടൻ ഉർവശി ചേച്ചിയുടെ കോംബോ, ഭാര്യ ഭർത്താവ്, അവരുടെ ഒരു പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. അയൽവാസി ഇത് ഹൗസ് ഓണറായിട്ട് യോഗി ബാബു വരുന്നുണ്ട്, നല്ല രസമായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും സാൻഡി മാസ്റ്റർ വരുന്നുണ്ട്. ആ ഒരു പോർഷനൊക്കെ കുഴപ്പമില്ലാത്ത പടമാണല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 3/4 സമയത്തോളം സിനിമ നല്ല എൻഗേജിങ് ആയിട്ട് ചെറിയ ചെറിയ തമാശകളായിട്ട് പോകുമ്പം ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോയ സിനിമ. സെക്കൻഡ് ഹാഫ് ഇവർക്ക് ഒരു ക്രൈമുണ്ട്, ട്രെയിലറെ കണ്ടവർക്ക് മനസ്സിലാവും. ആ ക്രൈമുണ്ട്, പിന്നെ ക്ലൈമാക്സിലൊരു സംഭവം ഒരു ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൽ. ബാക്കി അവർക്ക് ഇട്ട് വയ്ക്കണം, അതിനകത്ത് ഇട്ട് വയ്ക്കാനുള്ള സ്റ്റഫില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു വെറുതെ ഏതോ ഒരു ചാച്ചിയുടെ ഒരു മരണം അത് കാണിക്കണം, പിന്നെ മൂത്തവക്കൊരു പ്രേമമുണ്ട് അത് കാണിക്കണം, പിന്നെ ഇളയക്ക് പ്രേമമാണോ എന്തരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്തോ ഒരു സാധനമുണ്ട്. പിന്നെ ഈ സാൻഡി മാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നിട്ട് VFXൽ ബ്ലഡൊക്കെ കൊണ്ട് ദേഹത്ത് ഇങ്ങനെ വാരി വിതറി പേടിപ്പിക്കണം. ഇങ്ങനെ കുറേ സീനുകളിട്ട് റിപ്പീറ്റിട്ട് കാണിച്ച് വെറുപ്പിച്ച് ഒരു അപരാധ പടമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും വലിയ നിരാശ തന്നത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു സിനിമ കണ്ടിട്ട് ഉർവശി ചേച്ചിയുടെ അഭിനയത്തിനെ വിമർശിക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുള്ളത്. അത്രയും നല്ല ആക്ട്രസ്സാണ്, എന്തോരം വെറുപ്പിക്കലെന്ന് അറിയാമോ. ഒരു മരണ വീട്ടിൽ കിടന്ന് കാണിക്കണമെന്ന് പറഞ്ഞു, ഇത് ഉർവശി തന്നെയാണ് ചെയ്യണമെന്ന്. മധുചന്ദ്രലേഖ എന്നൊരു സിനിമയുണ്ട്, അതൊരു വെറുപ്പി കഥാപാത്രമാണ്. പക്ഷെ എന്ത് നല്ല രസമായിട്ട് അത് നമുക്ക് ചിരി പടർത്തി അങ്ങനെ കൊണ്ടുപോയത്. ഇതിൽ വന്നിട്ട് വെറുപ്പിക്കലും, അതായത് ഈ കോവൈ സാറിലൊക്കെ ചില സിനിമകളിൽ വന്ന് വെറുപ്പിക്കില്ല, അതിൻ്റെ അപ്പുറം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് നേരം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഇത് ഇവരുടെ അഭിനയം കണ്ടിട്ട് ജയറാമേട്ട പിന്നെയും കുഴപ്പമില്ല, അതൊക്കെ നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഇത് സഹിക്കാൻ പറ്റില്ലേ. ആ ക്യാരക്ടറും അങ്ങനെ ക്രിഞ്ച് ക്യാരക്ടർ, ഒരു യാക്കും പോക്കും ഇല്ലാത്തൊരു ക്യാരക്ടർ, അതിനെ വെറുപ്പിച്ച് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മിഷ്കിൻ്റെ ഒരു ക്യാരക്ടർ, മിഷ്കിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു ലോജിക്കും ഇല്ല, തലയും മാലും ഇല്ലാതെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എടാ, ഇവർക്ക് ക്ലൈമാക്സിൽ ഒരു സാധനം, ഇതിൻ്റെ എൻഡിങ് ഉണ്ട്, ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ലോജിക്കും അതിന് മുമ്പ് നടന്ന സംഭവങ്ങളുമായിട്ട് ഒരു പരസ്പര ബന്ധമില്ലെന്ന് എടുത്തു വെച്ചിരിക്കണേ. എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ? ഇത് ചെയ്ത ക്യാരക്ടർ ആ സമയത്ത് അങ്ങനെ എന്തിനാണ് പെരുമാറിയെന്നൊക്കെ ഇരുന്ന് ആലോചിച്ചോളൂ. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഇവർക്ക് സിനിമയ്ക്ക് സ്റ്റഫില്ല. സിനിമയിലെ ക്ലൈമാക്സിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ കിടന്ന് സഫർ ചെയ്ത് എന്തൊക്കെയൊക്കെയോ എടുത്ത് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കണമെന്ന് ക്ഷമയെ പരീക്ഷിച്ച് നശിപ്പിച്ച ഒരു സിനിമയായിട്ടാണ് പരിമള ആൻഡ് കോ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കുറേ നമ്മളെ തിയേറ്ററിൽ കുറേ തമിഴ് ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഫാമിലി. അവർ കക്കക്കാന്ന് ചിരിക്കണുണ്ടായിരുന്നു, ഒരു ആവശ്യമില്ലാത്ത സീനിൽ കക്കക്കാന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇങ്ങനെ കിടിച്ചുകൊണ്ടിരിക്കണം. അപ്പം തമിഴ്നാട്ടിലൊക്കെ ഇനി ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തീരെ ഇത് കണ്ടു തീർക്കാൻ ഇറങ്ങിപ്പോയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ആ രീതിയിലുള്ള ഒരു ഇതായിരുന്നു ഇതിൻ്റെ രണ്ടാം പകുതി. ഫസ്റ്റ് ഹാഫ് ഓക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സിംഗംപുലി ഭഗവതി പെരുമാളാണ്. ഈ സിംഗംപുലി മിക്ക സിനിമയിലും വെറുപ്പിക്കലാണ്, പക്ഷേ ഇതിൽ ഒരു സംസാരമൊക്കെ വെച്ച് 1-2 ചെറിയ ചിരിയൊക്കെ വന്നിട്ടുണ്ട്. ഭഗവതി പെരുമാളും അതുപോലെ തന്നെ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചൊരു ക്യാരക്ടേഴ്സാണ് രണ്ടുപേർക്കും, ഒരു കാര്യമില്ല. പിന്നെ പൂർണിമ രവി, തമിഴ് ബിഗ് ബോസിലുണ്ടായിരുന്ന പൂർണിമ രവി, അവരൊരു ചെറിയ ക്യാരക്ടർ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ വിനായകൻ്റെ കൂടെ ജയിലറിൽ നടക്കുന്ന ഒരുത്തോടല്ല ഞാൻ ചോദിച്ചുകൊണ്ട് അവൻ്റെ വെറുപ്പിക്കൽ അതുപോലെ തന്നെ ഉണ്ട്. ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സിന് ഒരു കാര്യമില്ലാതെ, വേറെ ഒരു ഡ്രഗ് ഡീലർ ഒരു കാര്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടിട്ട് ഇവർക്ക് മുന്നിൽ ഒരു ആർക്കും കൊടുക്കാതെ, ഒരു കണക്ഷനും ഇല്ലാതെ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. ടെക്നിക്കൽ സൈഡൊന്നും പിന്നെ എടുത്തൊന്നും പറയാനൊന്നുമില്ല. അങ്ങനത്തെ ഒരു പടം. എന്തരാ വരട്ടെ.